ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് നമ്മൾ ഓർഡർ ആക്കിയതാണ് കേട്ടോ. ഈ ഡപ്പകൾ, പഞ്ചസാര, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ, പക്ഷേ വളരെ ഒരു എന്താ പറയുക, നമുക്ക് വേണ്ടപ്പെട്ട നമ്മളിങ്ങനെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. നല്ല ഉറപ്പുള്ള നല്ല ബോട്ടിൽ. ഇപ്പം ഇങ്ങനത്തെ ഒരു ബോട്ടിലൊക്കെ ഇപ്പം നമ്മൾ കടയിൽ പോയിട്ട് ഒരു കറി ഒഴിക്കാനൊരു പാത്രം മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിലല്ലേ അത്യാവശ്യം വില ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊരു 24 പീസാണ് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ 4 എണ്ണം. അപ്പോൾ ആ 4 എണ്ണത്തിനുള്ള സ്പൂണും ആ ബോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സെറ്റുകളാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇതൊക്കെ ഡപ്പകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചെങ്കിലും എനിക്ക് ഒരു ഡപ്പ കളയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാട്ടാ. പിന്നെ ഈ നെയ്യിൻ്റെയൊക്കെ വലിയ മിൽമയുടെയൊക്കെ നെയ്യൊക്കെ കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ കഴുകിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ട് വയ്ക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഡപ്പകളോട്. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നല്ല കുറച്ച് ഡപ്പകൾ മേടിക്കുക വെച്ചിട്ട് ഞാൻ അങ്ങനെ മോളോട് ഞാൻ ഒന്ന് ഓർഡറാക്കാൻ മീഷോയിൽ നിന്ന് ഓർഡറാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഓർഡറാക്കി ഇത് നോക്കി ഞെട്ടിപ്പോയിട്ടാ. 540 രൂപയ്ക്കാണ് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടാ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണോ വെച്ചെങ്കിൽ ഒന്ന് മേടിച്ചോളൂ എന്നിട്ട് ഇതേപോലെ. അപ്പം ഇന്ന് അടുക്കളയത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കട്ടെ. അപ്പോൾ വെണ്ടയ്ക്കും വഴുതനങ്ങയൊക്കെ ഇട്ടിട്ടൊന്ന് ഒരു സാമ്പാർ വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അടയാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ അട ചുടാൻ വേണ്ടിയിട്ട് ഞാൻ ഇലയൊക്കെ ഒന്ന് ചീന്താൻ പോയതാണ് കേട്ടോ. ഇല ചീന്തുന്നത് കണ്ടപ്പോൾ കുട്ടുമ്മ ഓടി വന്നിരിക്കുകയാണ് കേട്ടോ. ഓന് ചോറ് കൊടുക്കാനാ വെച്ചിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ ഞാൻ ഇല ചീന്തിയിട്ടാണ് ഇലയിലാണ് ചോറ് കൊടുക്കുക. അപ്പോൾ ഓൻ്റെ വിചാരം ഇപ്പം രാവിലെ തന്നെ അമ്മയ്ക്ക് ചോറൊക്കെ എടുക്കുകയാണ് വെച്ചിട്ടാണ് കേട്ടോ. ഭയങ്കര കരച്ചിലിൻ്റെ പിന്നാലെ നടന്നിട്ടാ. രാവിലെയൊക്കെ ഇപ്പോൾ എവിടുന്ന് ചോറും മീനൊക്കെ കിട്ടാനാണ്. അപ്പം ഇന്ന് മീനൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി ഒരു വറവിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് സാമ്പാറിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അന്ന് കാണിക്കുന്നത്. അങ്ങനെ വന്ന് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടൊന്ന് അടുപ്പത്ത് ഇടുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തക്കാളിയും ഒരു സവോളയും വെണ്ടയ്ക്കും കൂടിയിട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി വഴുതനങ്ങ ഉണ്ടല്ലോ, അപ്പം എന്നാൽ ഒരു വഴുതനങ്ങ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വഴുതനങ്ങയും കൂടി ഇട്ടിട്ടാണ്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. പിന്നെ പൊടിയൊക്കെ വാട്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏതെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ തീരുന്നതിനനുസരിച്ചിട്ട്. പിന്നെ നാളികേരമൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഉടച്ച് ചിരകി. എന്താ വെച്ചാൽ സാമ്പാറിക്കും വേണം. പിന്നെ അടയൊക്കെ ആകുമ്പോൾ എനിക്കൊരു ശകലം തേങ്ങയൊന്നും ഉണ്ടായാൽ പോരാട്ടോ. എനിക്ക് കുറച്ച് അധികം തേങ്ങയൊക്കെ വേണം. പിന്നെ പൂവടയൊക്കെ ആകുമ്പോൾ പപ്പടം കാച്ചിയാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ പപ്പടം ഞാൻ ഇന്നലെ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ എന്ത് രാവിലെ ഉണ്ടാക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് അധികം നാളികേരമൊക്കെ ഇട്ടാൽ നല്ല പൂവട ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണല്ലോ, നല്ല മധുരമുള്ള കട്ടൻ ചായയും കൂടിയിട്ട്. അപ്പം ഇന്ന് അങ്ങനെ വിചാരിച്ച്. അപ്പം ഈ രാവിലെ മധുരമുള്ള അടയ്ക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പം ഒരട ഞാൻ മധുരമൊക്കെ ഇട്ടിട്ട് തോനെ മധുരമൊക്കെ ഇട്ടിട്ട് മോനുണ്ടാക്കിയിട്ടാ. അട ഒരെണ്ണം കഴിക്കും, അത് നല്ല മധുരം തേങ്ങയൊക്കെ വേണം. അപ്പോൾ ഒരെണ്ണം ഞാൻ അവനെ അങ്ങനെ ഉണ്ടാക്കി, എനിക്ക് ഏട്ടനും മധുരമില്ലാത്ത ഉണ്ടാക്കിയിട്ടാ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇന്നൊരു വറവ് എന്ന് പറഞ്ഞാൽ ഉലുവ ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഒരു 1/4 ടീസ്പൂണ് കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നാളികേരം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 വെളുത്തുള്ളി ഇല്ല കേട്ടോ, 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഓരോരുത്തരെ അളവിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമുക്ക്. പിന്നെ പരിപ്പ് ഞാൻ ഒരു 1/4 ഗ്ലാസ് പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ചേർക്കുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കും ഒരു ചെറിയ സവോളയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. നമ്മൾ ഈ തിരക്കിനിടയിൽ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മളിതുവരെ കൊണ്ടെത്തിച്ചില്ലേ. അപ്പോൾ ഇത് നിർത്തിയാലും കുറച്ച് ദിവസം ഇടാതെ ഇരുന്നാലും എന്താ ഭവിഷ്യത്ത് എന്നൊക്കെ ഇപ്പം നമുക്ക് അറിയണമല്ലേ.
അപ്പോൾ ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെടങ്ങി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത്, ചെറിയതായാലും. അപ്പം ഇന്ന് കല്യാണം പറയാൻ പോയിട്ടില്ല കേട്ടോ. അന്ന് എൻ്റെ ഒരു ബ്ലൗസ് അടിക്കുകയായിരുന്നു, അടുക്കളയത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ബ്ലൗസ് അടിച്ചിട്ട് ഒരു ബ്ലൗസ് ഇപ്പോൾ 2 അടിച്ച് കഴിഞ്ഞിട്ടാണ്. ഇനി നാളെ എന്തായാലും വീടിൻ്റെ ആ ഭാഗത്തൊക്കെ കുറച്ച് കല്യാണങ്ങളൊക്കെ പോയി പറയണം. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ അരപ്പും കൂടിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നിലയ്ക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്, അതും കൂടി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്. സാമ്പാറിന് അങ്ങനെ ഒരുപാട് കഷ്ണങ്ങളില്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ വെക്കട്ടാ. ഇതുപോലെ നല്ല ടേസ്റ്റുള്ള സാമ്പാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും, പുളി കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി പുളിവെള്ളം പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് വേവട്ടെ. അപ്പോഴേക്കിന് അടയൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അട പരത്തുമ്പോൾ നാളികേരമൊക്കെ ഇടുമ്പോൾ എനിക്ക് ഈ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആ നടുക്കിൽ മാത്രം കുറച്ചിട്ടിട്ട്, ശർക്കരയൊക്കെ ഇട്ടുള്ളതാകുമ്പോൾ നടുക്കിൽ മാത്രം കുറച്ചിട്ടിട്ട് ഉള്ള കേട്ടാ. അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാക്കിയാൽ ഞാനായാലും ആ വക്കവും തലപ്പൊക്കെ അവിടെ പൊട്ടിച്ച് വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അടയൊക്കെ ചുടുമ്പോൾ 4 ഭാഗത്തും ഒരേപോലെ അട വരണം കേട്ടോ. ഇനിയിപ്പോൾ മോനായാലും അതെ, ഓക്കാള തലപ്പും വക്കൊക്കെ പൊട്ടിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ നാളികേരമൊക്കെ വെക്കും കേട്ടോ. അപ്പം നാളികേരം ഇല്ലാത്തപ്പോൾ ഞാൻ ഈ അട ഉണ്ടാക്കുകയൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ കുറച്ച് നാളികേരമൊക്കെ വേണം കേട്ടോ അട ചുടുമ്പോൾ. അപ്പോഴാണ് ആ ഒരു പൂവടയ്ക്ക് നല്ല ടേസ്റ്റ്. പിന്നെ പുഴുങ്ങിനേക്കായും ഇഷ്ടം ഇവിടെ ചുടുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളികേരമൊക്കെ വെച്ചിട്ട് ചുട്ടാലും നല്ലൊരു രുചിയാണ്. പപ്പടം ഉണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ, നല്ല രുചിയാണ്. അപ്പോൾ പൂവടയൊക്കെ ഉണ്ടാക്കിയിട്ട് പപ്പടം കഴിച്ചിട്ട് കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കഴിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അടയൊക്കെ ഓരോന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടാ. ഒരടയെ ഞാൻ കാണിച്ചിട്ടുള്ളൂ, എല്ലാതും ഞാൻ പരത്തിയെടുത്തിട്ടാ. എന്താ അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ നല്ല രീതിയിൽ ഞാൻ തേങ്ങ എല്ലാ സ്ഥലത്തും ഒക്കെ ഇടും കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഭാഗം നമ്മൾ ഇങ്ങോട്ട് മടക്കുകയാണല്ലോ, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടൊന്നും തേങ്ങ ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഒരു മാതിരി വേവായപ്പോൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. പിന്നെ എനിക്ക് ഒഴിവുള്ളതിനനുസരിച്ചിട്ട് ഞാൻ കൂട്ടുകാരെ വീഡിയോ ഒക്കെ കാണും, സൗകര്യമുള്ളപ്പോൾ കമൻ്റൊക്കെ ഇടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടുകാർ. ചിലപ്പോൾ എനിക്ക് എന്താ പറഞ്ഞെന്നൊന്നും മനസ്സിലാവില്ല, നമ്മൾ പ്ലേ എടുത്തിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നിനൊക്കെ നിൽക്കുമ്പോൾ. അങ്ങനെ സാമ്പാറൊക്കെ ആയി ഇറക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് ഉലുവ, കടുക്, ഉണക്കമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് കണ്ട് വറവിട്ടതാണ് കേട്ടോ. ഇറക്കി വെച്ച് പിന്നെ കുറേ കഴിഞ്ഞിട്ട് അയ്യോ കായട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. അപ്പോൾ പൗഡർ കൊട്ടണ പോലെ ഒരു ശകലം കായം ഞാൻ അതിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഒരു ട്രിപ്പ് അട വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ചൂടോടൊക്കെ ഇങ്ങനെ കട്ടൻ ചായ കൂട്ടി കഴിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഏട്ടനൊക്കെ ആയപ്പോൾ ഞാൻ ഏട്ടനൊക്കെ ചായ കൊടുത്തിട്ടാ. പിന്നെ ഇനി ആയിട്ടൊക്കെ വേണ്ടേ, അപ്പോൾ പിന്നെ ഞാൻ പിന്നെയാണ് കേട്ടോ ചായ കുടിച്ചൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് മേലെ കൊണ്ടാക്കണം. ഉണങ്ങിയാൽ നമുക്ക് സാധനങ്ങളൊക്കെ മാറ്റാണ്ട് കേട്ടോ. ഓരോ പാത്രങ്ങളും ഒഴിവാക്കേണ്ട പാത്രങ്ങൾ ഒഴിവാക്കണേനൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന വേണം അല്ലേ. ഒഴിവാക്കേണ്ട കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ഓരോന്നും സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഒക്കെ ചാക്കിലാക്കിയിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം വെക്കുള്ളൂ. ഒക്കെ ഇനി കുറച്ച് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ തിരക്ക് ഒഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഡപ്പയിലൊക്കെ ആക്കുള്ളൂ. സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ കൂടിയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാണ്ട് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കേ.